Okay, let me start. So ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഡിവൈസ് ആയിരുന്നു നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക് സെമി കണ്ടക്ടർ ഡിവൈസിൽ ബിഫോർ ഗോയിങ് ടു ദ ഡിവൈസ് ഐ ജസ്റ്റ് ബ്രീഫ് ദ സെമി കണ്ടക്ടർ തിയറി. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് തിയറിറ്റിക്കലായിട്ട് പോകുന്നില്ല. സോ ബട്ട് ജസ്റ്റ് അതിൻ്റെ ടേമുകൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, we know according to their conductivity the materials are classified into three, that is insulators, conductors and semiconductors. Okay, so based on conductivity material classification. Into three. Okay, that is one is insulator and one is conductor, one is semiconductor. Okay, നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സർക്യൂട്ടുകളും സെമി കണ്ടക്ടർ വെച്ചിട്ടുള്ള സർക്യൂട്ടുകളായിരുന്നു. കാരണം ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ വെച്ചിട്ടുള്ള ഡിവൈസുകളാണ് എല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ലേറ്റർ ഓൺ നമ്മൾ പറഞ്ഞു പോകും. ഇൻസുലേറ്റേഴ്സ് നമുക്കെല്ലാം അറിയാം, ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ്. ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട് അല്ല, ബാഡ് കണ്ടക്ട്. എക്സാമ്പിൾ പ്ലാസ്റ്റിക്സ് അതുപോലത്തെയുള്ള റബ്ബേഴ്സ്, അതൊക്കെ ഇൻസുലേറ്ററാണ്. കണ്ടക്ടേഴ്സ് their conductivity is high, electric conductivity is high, that is examples metals, plastics. Okay, semiconductor conductivity lies between conductor and insulator എന്നാണ് പറയുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർഷ്യലി കണ്ടക്റ്റിംഗ് ആണ്. ഓക്കെ, പാർഷ്യൽ കണ്ടക്റ്റിംഗ് ആണ് അല്ലേ. സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന് നാച്ചുറലി മെറ്റീരിയൽസിന് എക്സാമ്പിൾസാണ് ജർമേനിയം, സിലിക്കൺസ് ഒക്കെ അതിന് എക്സാമ്പിൾസാണ്. ദെൻ സം അലോയ്സ് ഉണ്ട്, സം പോളിമേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള പോളിമേഴ്സ് ഉണ്ട്. എന്നാലും നമുക്ക് ബെസ്റ്റായിട്ട് പറയാൻ പറ്റുന്ന സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ജർമേനിയം, സിലിക്കൺസ് ഒക്കെയാണ്. ഓക്കെ, സോ ദിസ് ക്യാൻ ബി ഈ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ ദാറ്റ് ക്യാൻ ബി ഡിസ്റ്റിങ്ക്വിഷ്ഡ് ബൈ ബാൻഡ് ഡയഗ്രാം. നമുക്ക് ബാൻഡ് ഡയഗ്രാം വെച്ചിട്ട് ഇത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് ബാൻഡ് ഡയഗ്രാം വെച്ചിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുക? ഓക്കെ, എങ്ങനെയാണ് ബാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ പ്യുവർ ഫിസിക്സിൽ പഠിക്കുന്നുണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്കറിയാം വാലൻസ് ബാൻഡുണ്ട്, കണ്ടക്ഷൻ ബാൻഡുണ്ട്. ബിഫോർ ദ ബാൻഡ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഓർബിറ്റിലൂടെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം അത് വൺസ് നമുക്കറിയാം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് പോകുന്തോറും ന്യൂക്ലിയസിൻ്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. ദെൻ നമ്മൾ എനർജി ഒരാറ്റത്തിന് കൊടുക്കുമ്പം അത് അതിൻ്റെ ഹയർ, അതായത് ന്യൂക്ലിയസിനോടുള്ള എനർജി ആയിട്ടുള്ള ബോണ്ടിങ് കുറഞ്ഞ് അതിൻ്റെ ഹയർ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഓർബിറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അപ്പം ഒരു സിംഗിൾ ആറ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഇലക്ട്രോണിക് സ്റ്റേറ്റ്സുകളേ ഉള്ളൂ. ഇലക്ട്രോണിക്സിനെ ഓക്യുപ്പൈ ചെയ്യാൻ സിംഗിൾ ഇലക്ട്രോണിക് സ്റ്റേറ്റുകളേ ഉള്ളൂ. നമ്മളൊരു മെറ്റീരിയൽ ആസോൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ലോട്ട്സ് ഓഫ് ആറ്റംസ് അടുത്തടുത്ത് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ആറ്റത്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ, അതിൻ്റെയൊക്കെ എഫക്റ്റ് മൂലം നമുക്കറിയാം പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അറിയാം. നോ ടു ഇലക്ട്രോൺസ് ക്യാൻ ഹാവ് ദ സെയിം ദാറ്റ് എനർജി ആൻഡ് സ്പിന്നിങ് അല്ലേ. അപ്പോൾ അത് കാരണം എന്താണ്, ഇപ്പം രണ്ട് ഇലക്ട്രോണിക് സ്റ്റേറ്റ്, രണ്ട് ആറ്റത്തിൻ്റെ ഇപ്പം ഒരേ നമ്പറുള്ള ഓർബിറ്റ് ആണെങ്കിലും അതിൻ്റെ ഇലക്ട്രോണിക് ലെവലിന് ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ ചെറിയ ഷിഫ്റ്റ് മൂലം നമുക്ക് ഒരു ബാൻഡ് ഫോർമേഷൻ ഉണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് പ്യൂർലി അത് ഫിസിക്സ് റിലേറ്റഡ് ആണ്. ജസ്റ്റ് ഞാനിത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അങ്ങനെയാണ് ബാൻഡ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. സോ ഇൻ ബാൻഡ് ഫോർമേഷനിൽ
നമുക്കിപ്പം ഒരു ഇൻസുലേറ്ററിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടക്ഷൻ ബാൻഡുണ്ട്. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസാണ് ഈസിലി അത് ന്യൂക്ലിയസുമായിട്ട് ബോണ്ട് ചെയ്യാത്ത ഇലക്ട്രോൺസാണ്. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി മൂവ് കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ്. സോ കൺസിഡർ ദിസ് ഈസ് കണ്ടക്ഷൻ ബാൻഡ് representing CB, and this is valence band. VB is nothing but a valence band. Conduction band. And VB is valence band. വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞതിൻ്റെ ഔട്ടർ മോസ്റ്റ് ആണ്. കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ആ കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ട് യാതൊരു ബോണ്ടിങ് എനർജി ഇല്ല. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി മൂവ്. അപ്പം വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ രണ്ട് ബാൻഡുകൾ തമ്മിലുള്ള എനർജി ഗ്യാപ്പിനെയാണ് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രോൺസിന് എല്ലാ എനർജി ലെവലിലും വന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റില്ല. അത് നമുക്കറിയാം, നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്നതാണ്. അപ്പം അതിന് പർട്ടിക്കുലർ എനർജി ലെവലിൽ മാത്രമാണ് ഒരു ആറ്റത്തിന് ഓർബിറ്റിൽ ചുറ്റി നിൽക്കാൻ പറ്റുള്ളൂ. ഓരോ ഓർബിറ്റിനും ഓരോ എനർജി ലെവൽസ് ഉണ്ട്. സോ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഫോർബിഡ് എനർജി ഗ്യാപ്പാണ്. ഇവിടെ ഇലക്ട്രോൺസിന് നിൽക്കാൻ പറ്റില്ല. സോ ഇൻ ദ കേസ് ഓഫ് ഇൻസുലേറ്റേഴ്സ്, നമ്മൾ ഇൻസുലേറ്റേഴ്സിൻ്റെ കേസ് എടുത്ത ഫസ്റ്റ് കേസ്, ഇൻസുലേറ്റേഴ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് എനർജി ഗ്യാപ്പ് ഈസ് ഹയർ മീൻസ് ഇറ്റ്സ് ഹയർ ദാൻ 5 ഇലക്ട്രോൺ വോൾട്ട്. 5 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും മേളിലായിരിക്കും ഈ എനർജി ഗ്യാപ്പ്. സോ നോർമലി വാലൻസ് ബാൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്. വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് നോർമലി അതിനകത്ത് ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈവൻ ഒരു നോർമൽ ടെമ്പറേച്ചർ ലെവലിൽ കണ്ടക്ഷൻ ബാൻഡിൽ ഈ ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഈ വൈ ആക്സിൽ ഞാൻ വരച്ചിരിക്കുന്ന എനർജിയാണ്. എനർജി. സോ ഇത്രയും എനർജി 5 ഇലക്ട്രോൺ വോൾട്ടൊക്കെ എനർജി കിട്ടണമെങ്കിൽ ദാറ്റ് മച്ച് സഫിഷ്യൻറ്റ് എനർജി ഷുഡ് ബി ഗിവൺ ടു ദി ആറ്റംസ് ഓർ ദ മെറ്റീരിയൽ. സോ അത്രയും ഒരു എനർജി കൊടുക്കാൻ നോർമൽ കണ്ടീഷനിൽ കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള എനർജി വെച്ചിട്ടോ അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ നോർമലി ഇൻ റൂം ടെമ്പറേച്ചർ ഓർ ഇൻ ഹയർ ടെമ്പറേച്ചർ ദി ഇൻസുലേറ്റേഴ്സ് ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ബിക്കോസ് ദർ ഈസ് നോ ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ക്യാൻ ബി ഈസിലി മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിനാണ് കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഇലക്ട്രോൺസ്. ദാറ്റ് ഈസ് അതെന്ന് പറയുന്നത് ന്യൂക്ലിയസുമായിട്ട് ബോണ്ടിങ് ഇല്ലാത്ത ഇലക്ട്രോൺസാണ്. സോ ഇറ്റ് ക്യാൻ ബി ഈസിലി മൂവ് ത്രൂ ദി മെറ്റീരിയൽ. Okay, so this is the first type, insulator. And in the case of semiconductor, consider this is the conduction band energy and this is the valence band. ഞാൻ ഈ വരച്ചേക്കണേന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. This energy gap is smaller than this. That means this is Eg is compared to 1 electron volt. 1 electron volt ഒക്കെ ആയിരിക്കും ഇതിൻ്റെ എനർജി ഗ്യാപ്പ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ഈവൻ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ തന്നെ സം ഓഫ് ദി ഇലക്ട്രോൺസ് ക്യാൻ ബി അച്ചീവ് ഗെയിൻ എനർജി ആൻഡ് ഇറ്റ് ക്യാൻ ബി ജമ്പ് ഇൻ ടു ദി കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, സോ ഈവൻ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ എനർജിയാണ്. ആ എനർജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ദി ഇലക്ട്രോൺസ് ക്യാൻ ബി ജമ്പ് ഫ്രം ദി വാലൻസ് ബാൻഡ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. So the conductivity will be increased. So the conduction band electrons can be, says that Cb, electrons in Cb conduction band is known as free electrons. It can be easily moved. That is why it is known as free electrons. Here the valence band electrons cannot be easily moved. അത് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് അബൌട്ട് സെമി കണ്ടക്ടേഴ്സ്. ആൻഡ് ഇൻ കണ്ടക്ടേഴ്സ്
Conductor is nothing but there is no energy gap between the conduction band and valence band, or we can be says that this is overlapped. Okay, ഇവിടെ ഒരു overlapped region ഉണ്ട്. So that means there is no energy gap between this conduction band and valence band. Normally അപ്പം നോർമലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ some of the electrons is inside the conduction bandൽ തന്നെ some of the electrons ഉണ്ടാവും. So that electrons are known as free electrons ഉണ്ടാവും. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് നമ്മൾ ഈ ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഈസിലി മൂവ്. ഓക്കെ, സോ ദിസ് ഈസ് band diagram explanation of insulators, semiconductors and conductors. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമുക്കറിയാം ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് എത്ര സ്പീഡിൽ മൂവ് ചെയ്യുന്നു, എത്ര ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു, അതൊക്കെയാണ് നമ്മുടെ കറണ്ടിൻ്റെ മെഷറൻ്റ് എന്ന് പറയുന്നത്. എത്രമാത്രം കറണ്ട് ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. നമ്മൾ ഒരു ഇലക്ട്രോണിന്, ഒരു സിംഗിൾ ഇലക്ട്രോണിന് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.602 × 10⁻⁻90 ജൂൾസ് ആണ്. ദിസ് ഈസ് 1 ഇലക്ട്രോൺ വോൾട്ട്. 1 ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് 1.602 × 10⁻⁻90 ജൂൾസ് ഓർ കൂളംസ് പറയുകയാണെങ്കിൽ കൂളംസ് ആണ്. ഓക്കെ, ഇനി എന്താണ് 1 ആംപിയർ കറണ്ട്? നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്ന ആംപിയറിലാണ്. ഓക്കെ, അപ്പോൾ 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത് 1 ആമ്പ് കറണ്ട് എന്ന് പറയുന്നത് 1 കൂളം ഒരു സെക്കൻഡിൽ പോകുന്നതിനാണ്. 1 കൂളം ഓഫ് ചാർജ് 1 കൂളം പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഒരു ആംപിയർ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇനി നമ്മൾ കറണ്ടും ഡയോഡിലൂടെ പോകുന്ന കറണ്ട് അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ട് അതൊക്കെ നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 1 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തോരം കറണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഫിസിക്കലി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.602 × 10⁻⁻90 ജൂൾസ് ഓർ കൂളംസ് ആണ്. 1 ആംപിയർ എന്ന് പറഞ്ഞാൽ 1 കൂളംസ് പെർ സെക്കൻഡ്. 1 കൂളം പെർ സെക്കൻഡ്. അപ്പം ഒരു ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺ പോകണം? സോ 1 ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കൂളം പെർ സെക്കൻഡ് പോകണം അല്ലേ? സോ 1 കൂളം പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ 1 കൂളം ചാർജസുകൾ മൂവ് ചെയ്യുന്നതിനാണ് 1 ആംപിയർ കറണ്ട് എന്ന് പറയുന്നത്. സോ വി ക്യാൻ ബി ഈസിലി കാൽക്കുലേറ്റഡ് 1.602 × 10⁻⁻90. കാരണം ഇത് ഇത്രയാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇത്രയാണ്. സോ ഫ്രം ദാറ്റ് വി ക്യാൻ 6 × 10⁻18 ഇലക്ട്രോൺസ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഒരു ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 × 10⁻18 ഇലക്ട്രോൺസ് പെർ സെക്കൻഡിൽ ഫ്ലോ ചെയ്യണം. അപ്പോൾ ഇത്രയും ഇലക്ട്രോൺസ് ഒരു സെക്കൻഡിൽ ഒരു മെറ്റീരിയലിലൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം 1 ആംപിയർ കറണ്ട് ഫ്ലോ ആയിരുന്നു. അപ്പോൾ 1 മില്ലി ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 × 10⁻15 ഇലക്ട്രോൺസ് ഒരു സെക്കൻഡിൽ മൂവ് ചെയ്യണം. ഓക്കെ, സോ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഇതിനായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ദെൻ the conductors having positive temperature coefficients of resistance and these semiconductors having negative temperature coefficients of resistance. ഇതൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ നമ്മളിപ്പം ഈവൻ ഈ നിങ്ങൾ വിചാരിക്കരുത് ഈ PhD ഒക്കെ ഇൻ്റർവ്യൂവിന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനോ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നു. ഇപ്പം ഈവൻ IIScയിലാണെങ്കിലും TIFRലാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഏതെങ്കിലും IITകളിലാണെങ്കിലൊക്കെ ഇൻ്റർവ്യൂവിന് ഏറ്റവും ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുള്ളൂ, ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് ചോദിക്കുള്ളൂ. അപ്പം
എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്, എന്താണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്, എന്താണ് ഈ മെറ്റീരിയലിൽ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ഏറ്റവും ബേസിക് കാര്യം. ആ ബേസിക് കാര്യങ്ങൾ അറിയാമെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലൊക്കെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വളരെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണല്ലോ എന്ന് ഞാൻ ജസ്റ്റ്, നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഓക്കെ, എനിവേ ദി കണ്ടക്ടേഴ്സ് having positive temperature coefficients of resistance what is meant by positive temperature coefficients of resistance? When the temperature increases its resistance is also increases, resistance will be also increases. That type of phenomenon is known as positive temperature coefficients of resistance. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻ കണ്ടക്ടേഴ്സിൽ ലോട്ട്സ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇപ്പം കണ്ടക്ഷൻ ബാൻഡിനകത്ത്, ലെറ്റ് ഐ എക്സ്പ്ലെയിൻ, ദിസ് ഈസ് എ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് ലോട്ട്സ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ദിസ് ഡോട്ട് റെപ്രസെൻറ്റിങ് ഫ്രീ ഇലക്ട്രോൺസ്, ഇറ്റ് ഈസ് ഹാവിങ് ലോട്ട്സ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, സോ ഈ ഇലക്ട്രോൺസൊക്കെ നോർമലി ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വൈബ്രേറ്റ് ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ മൂവ് ചെയ്യുന്നതൊക്കെ റാൻഡം ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ നോർമൽ അവസ്ഥയിൽ ഇപ്പോൾ ടെമ്പറേച്ചർ വളരെ കുറവ്, എനർജി കുറവാണ് കൊടുക്കുന്നതെങ്കിൽ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി പറഞ്ഞു അതൊരു എനർജി ഫോമാണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ദർ വിൽ ബി നോ വൈബ്രേഷൻ, ഈ ഇലക്ട്രോൺസ് ഒന്നും വൈബ്രേഷൻ ഉണ്ടാവില്ല. അപ്പോഴാണ് ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ മെറ്റീരിയലിനെ ക്രോസ് അയക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അയച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ സ്റ്റാർട്ട് ടു മൂവ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ലെറ്റ് ഐ ആം അപ്ലൈ ആൻ ഇലക്ട്രിക് ഫീൽഡ്. വാട്ട് വിൽ ഹാപ്പൻ? ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. ഇലക്ട്രോൺസ് ക്യാൻ ബി ഈസിലി മൂവ്. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് പെർ സെക്കൻഡിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ കറണ്ട്, ഈസിലി കറണ്ട് ഫ്ലോ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഈസി കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ടിനുള്ള റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ കറണ്ട് കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, സോ ഇൻ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് എനർജി മിനിമം ആയിരിക്കുന്ന സമയത്ത്, നമ്മൾ എക്സ്റ്റേണലിൽ കൊടുക്കുന്ന എനർജി മിനിമം ആയിരിക്കുന്ന സമയത്ത് കറണ്ട് വളരെ കൂടുതലായിരിക്കും, കാരണം ഇലക്ട്രോൺസിന് ഈസിലി മൂവ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പം ഈ ഇലക്ട്രോൺസിന് എനർജി കൂടും. എനർജി കൂടുമ്പോൾ വൈബ്രേഷൻ എനർജി സ്റ്റാർട്ട് ടു വൈബ്രേറ്റ്, ഇലക്ട്രോൺസ് സ്റ്റാർട്ട് ടു വൈബ്രേറ്റ്. ഈ വൈബ്രേറ്റ് ചെയ്യുന്നത് മൂലം ഈ ഇലക്ട്രോൺസ് അടുത്തടുത്ത് നെയ്ബറിങ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ കൊളൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അതിന് മൂവ് ചെയ്യാൻ അതിനൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം, ഈ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് മൂവ് ചെയ്യാൻ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈബ്രേഷൻ എനർജി കൂടും. സോ വെൻ വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, വൈബ്രേഷൻ വിൽ ഓൾസോ ഇൻക്രീസ്. സോ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫ്രിക്ഷൻ കൂടും. സോ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കുറയ്ക്കും. ഈസി മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈസി മൂവ്മെൻറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. So in conductor material, so it is known as positive temperature coefficient of resistance. And in the case of semiconductors, what will happen? Semiconductors ഞാൻ പറഞ്ഞു നോർമലി ഇപ്പം കണ്ടക്ഷൻ ബാൻഡിൽ ഇപ്പം വളരെ എനർജി കുറവുള്ള സമയത്ത്, അതായത് ടെമ്പറേച്ചർ വളരെ കുറവുള്ള സമയത്ത് നോ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഇലക്ട്രോൺസ് പോലും ഉണ്ടാവില്ല. ഓൾ ദി വാലൻസ് ബാൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്. വാലൻസ് ബാൻഡെല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഇനി നമ്മൾ എന്താണ് എനർജി കൂട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിയുമ്പം എന്ത് സംഭവിക്കും?
these valence band electrons will be jump into conduction band. Conduction bandലേക്ക് വരും. അപ്പോൾ conduction bandൽ number of electrons കൂടും. So if temperature increases, these electrons in the valence band jump into the conduction band. എന്ന് പറഞ്ഞാൽ conduction band electrons number increases. Okay, conduction band electrons number increases. That means conductivity increases. Conductivity of the material increases. That means resistance decreases. Conductivity increase എന്ന് പറഞ്ഞാൽ resistance decrease. That is known as negative temperature coefficients of resistance. Okay, because in വളരെ സ്മോളർ എനർജിയിൽ അല്ലെങ്കിൽ സ്മോളർ ടെമ്പറേച്ചറിൽ കണ്ടക്ഷൻ ബാൻഡിൽ ഇനീഷ്യലി കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഒന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി മാക്സിമം ആയിരുന്നു. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരുന്നു. ദെൻ നമ്മൾ എനർജി അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കൂടുതൽ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് എല്ലാം കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി തുടങ്ങും. ജമ്പ് ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേറ്റ് ചെയ്ത് കൂടുതൽ നമ്പർ പോയി തുടങ്ങും. ഓക്കെ, ഇനി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് ഓവർവ്യൂ തന്നാണ്. സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ നമുക്കറിയാം, അതിനകത്തൊക്കെ എല്ലാ മെറ്റീരിയലും നാച്ചുറലി കാണുന്ന മെറ്റീരിയലിൽ 4 ഇലക്ട്രോൺസാണ് അതിൻ്റെ വാലൻസ് ബാൻഡിൽ ഉണ്ടാവുക. ഓക്കെ, ആ 4 ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെ നൈബറിങ് ആറ്റമായിട്ട് ബോണ്ട് ഫോർമേഷൻ ചെയ്തിട്ടാണ് നമുക്കൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ സെമി കണ്ടക്ടറിന് ഉണ്ടാവുക. അപ്പം ഞാനിപ്പം ഒരു സെമി കണ്ടക്ടർ ആറ്റം എടുക്കുകയാണെങ്കിൽ, സിലിക്കൺ ആറ്റം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 4 ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ കാണും. സോ ഐ ജസ്റ്റ് റെപ്രസെൻറ്റ് ദിസ് 4. ഈ 4 എന്ന് +4 എന്ന് പറഞ്ഞുകൊണ്ട് ഈ റെപ്രസെൻറ്റ് ചെയ്യുന്ന ന്യൂക്ലിയസ് ആൻഡ് ഓൾ ദി ഇലക്ട്രോൺ എക്സെപ്റ്റ് ദ വാലൻസ് ഇലക്ട്രോൺ. ഈ 4 ഇലക്ട്രോണാണ് വാലൻസ് ഇലക്ട്രോൺ. ആൻഡ് +4 എന്ന് എഴുതിയേക്കുന്ന ന്യൂക്ലിയസും അതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രോൺസിനുമാണ്. അതുകൊണ്ടാണ് +4 എന്ന്. ആ +4 +4 ഇലക്ട്രോണോടെ കഴിയുമ്പോൾ ആറ്റം ന്യൂട്രലാകും. ഓക്കെ, ലെറ്റ് മീ ഡ്രോ അനദർ ആറ്റം. ദിസ് ഈസ് എ സിംഗിൾ silicon atom, and we can having another atom, and we can having another atom. It is like that. Okay, okay. So ഈ നൈബറിങ് 4 ആറ്റമായിട്ട് ബോണ്ടിങ് ഉണ്ടാവും, ഷെയറിങ് ഉണ്ടാവും. ദിസ് ഈസ് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഈ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ആറ്റത്തിനെ എടുക്കുകയാണെങ്കിൽ ഈ ഷെയറിങ് മൂലം ഈ ആറ്റത്തിനെ നോക്കുമ്പോൾ ഈ ആറ്റത്തിന് 8 ഇലക്ട്രോൺസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സ്റ്റേബിൾ. 8 ഇലക്ട്രോൺസ് ആണ് അതിൻ്റെ സ്റ്റേബിൾ അവസ്ഥയിൽ നമുക്ക് ഉണ്ടാവുക. വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണെങ്കിൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കും. സോ ഈ അവസ്ഥയിൽ ഇപ്പം 4 ഈ ഒരു സിംഗിൾ സിലിക്കൺ ആറ്റത്തിന് നോക്കിക്കഴിഞ്ഞാൽ അതിന് 8 ഇലക്ട്രോൺസ്. സോ ബട്ട് ഇറ്റ് ഈസ് ഷെയർഡാണ്. അതുപോലെ തന്നെ എല്ലായിടത്തും ഷെയർഡാണ്. ഇങ്ങനെയാണ് ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ നമുക്കുണ്ടാവുന്നത്. ഒരു സെമി കണ്ടക്ടറിൽ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഇങ്ങനെ ഫോം ചെയ്യും. സോ ഇങ്ങനെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ ഇത് സ്റ്റേബിൾ അവസ്ഥയിലാണ് ഇരിക്കുക. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു എനർജി കൊടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് ഐ ആം സപ്ലൈങ് ടെമ്പറേച്ചർ ഓർ സം എനർജി, ദീസ് ഇലക്ട്രോൺസ് വിൽ ബി ഗോസ് ടു ദി കണ്ടക്ഷൻ ബാൻഡ്. ഇലക്ട്രോൺസ് ഗോ ടു ദി കണ്ടക്ഷൻ ബാൻഡ്. ഇലക്ട്രോൺസ് ആ ബോണ്ടിങ്ങിൽ നിന്ന് ഫ്രീ ആവും. ഓക്കെ, സോ ദിസ് ഇലക്ട്രോൺസ് ഈസ് എ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ദർ ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡിസയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. ആ ഡിസയർ ഓഫ് ഇലക്ട്രോണിനെയാണ്, ഡിസയർ ഓർ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ ഹോൾ എന്ന് പറഞ്ഞത്. ഹോൾ ഈസ് എ പോസിറ്റീവ് ചാർജ്. സോ എപ്പോഴും ഇതിൻ്റെ നാച്ചുറൽ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതിനൊരു ടെൻഡൻസി ഉണ്ടാവും. ഈ ഇലക്ട്രോൺ ഓൾറെഡി ഫ്രീ ഇലക്ട്രോൺസായി മൂവ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി. ദെൻ ദർ വിൽ ബി എ ഹോൾ. അപ്പോൾ നമ്മളിപ്പം ബാൻഡ് ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ബാൻഡ് ഡയഗ്രത്തിൽ
ദിസ് ഈസ് വാലൻസ് ബാൻഡ്, ദിസ് ഈസ് കണ്ടക്ഷൻ ബാൻഡ്. സോ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുൾ ഔട്ട് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി എന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് എ ഫ്രീ ഇലക്ട്രോൺ, ദിസ് ഈസ് റൈറ്റ് നൗ എ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ദർ ഈസ് എ ഹോൾ ഈസ് ജനറേറ്റഡ്. അപ്പോൾ എപ്പോഴൊക്കെ ഒരു ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോഴേക്കും ഒരു ഹോളും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിൽ ദർ വിൽ ബി എനർജി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ഈ സപ്ലൈ energy there is an electron hole pair will be generated. Okay, this electron hole pair will be increase the conductivity of the material. അപ്പോൾ ഇലക്ട്രോൺ മാത്രമല്ല ജനറേറ്റ് ചെയ്യുന്നത്, there will be a hole is generated. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുമ്പോൾ ആ കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷെയറിംഗ് ഉണ്ട്. ആ ഷെയറിംഗ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഒരു ഫ്രീ ഇലക്ട്രോണും ഹോളും ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ പറയുമ്പം ഞാൻ ആദ്യമേ പറഞ്ഞു സെമി കണ്ടക്ടറിൽ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ നിങ്ങൾക്ക് ഇത് ഒരു ഫണ്ടമെൻ്റൽ തരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊവൈഡഡ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഈവൻ നിങ്ങൾ PhD ക്കൊക്കെ പോകാൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അതോടെ ഒന്ന് ജസ്റ്റ് കവറപ്പ് ചെയ്ത് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പ്രോബ്ലത്തിൽ ഇത് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇനി നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് ഈ ഫോർത്ത് ഗ്രൂപ്പ് എലമെൻ്റ് എല്ലാം സെമി കണ്ടക്ടർ ആണെന്ന് പറയാൻ പറ്റും. ബട്ട് ഫോർത്ത് ഗ്രൂപ്പിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് കാർബണാണ്. കാർബൺ എന്ന് പറയുന്നത് പക്ഷേ അതൊരു കണ്ടക്ടറല്ല, അതൊരു പ്യൂർ ഇൻസുലേറ്ററാണ്. ഓക്കെ, ദെൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജർമേനിയം ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. അപ്പം ജർമേനിയം സിലിക്കണൊക്കെ പ്യൂർ സെമി കണ്ടക്ടറായിട്ട് പറയാൻ പറ്റും. ബട്ട് കാർബൺ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ബിക്കോസ് കാർബണിൻ്റെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ബാൻഡാണ്. വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ആ സെക്കൻഡ് ബാൻഡ് ന്യൂക്ലിയസിനോട് വളരെ അടുത്തായ കാരണം ദർ വിൽ ബി ദ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും കാർബൺ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇൻ ജർമേനിയത്തിൻ്റെ കേസിനകത്ത് നമ്മുടെ വാലൻസ് ബാൻഡ് എന്ന് പറയുന്ന ഫോർത്ത് ഷെല്ലിനാണ് ഉണ്ടാവുക. സിലിക്കണിൻ്റെ ആണെങ്കിൽ തേർഡ് ഷെല്ലിനാണ് ഉണ്ടാവുക. അത് ഇപ്പോൾ ഷെല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർബിറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ തേർഡ് ഷെൽ അല്ലെങ്കിൽ ഫോർത്ത് ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് എത്രാമത്തെ ഷെല്ലാണെന്നുള്ളതാണ്. ന്യൂക്ലിയസിൽ നിന്ന് ഫസ്റ്റ് ഓർബിറ്റ് ഉണ്ടാവും, ദെൻ സെക്കൻഡ് ഓർബിറ്റ് ഉണ്ടാവും, തേർഡ് ഓർബിറ്റ് ഉണ്ടാവും, ഫോർത്ത് ഓർബിറ്റ് ഉണ്ടാവും. ഇപ്പോൾ കാർബണിൻ്റെ ആണെങ്കിൽ സെക്കൻഡ് ഓർബിറ്റിലായിരിക്കും ഉണ്ടാവുക. ദെൻ സിലിക്കണിൻ്റെ ആണെങ്കിൽ തേർഡ് ഓർബിറ്റിലായിരിക്കും അതിൻ്റെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. അപ്പം വൈ സിലിക്കൺ ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെമി കണ്ടക്ടർ? നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സെമി കണ്ടക്ടർ ഡിവൈസിലെല്ലാം തന്നെ സിലിക്കൺ വെച്ചിട്ടായിരിക്കും സെമി കണ്ടക്ടേഴ്സ് കൺസിസ്റ്റ് ചെയ്യുക. ജർമേനിയം വെച്ചിട്ട് വളരെ കുറച്ച് സെമി കണ്ടക്ടർ, ഇപ്പോൾ ഡയോഡാണെങ്കിലും ട്രാൻസിസ്റ്റർ ആണെങ്കിലും ജർമേനിയം വെച്ചിട്ടുള്ളത് വളരെ കുറവായിരിക്കും ഉണ്ടാവുക. അതിന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. വൺ ഈസ് എക്കണോമിക്കൽ ആസ്പെക്റ്റ് ആണ്. എക്കണോമിക്കൽ ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിക്കൺ എന്ന് പറയുന്നത് നമ്മൾ സിലിക്കയിൽ നിന്നാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സിലിക്കയിൽ നിന്നാണ്. സിലിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി മണലാണ്. സിലിക്ക പ്യൂരിഫൈ ചെയ്തതിന് ശേഷമാണ്, പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് വഴിയാണ് സിലിക്കൺ ഉണ്ടാക്കുന്നത്. സോ ഈ സിലിക്ക എന്ന് പറയുന്നത് ഒരു അബണ്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് നാച്ചുറലി വളരെ കൂടുതലായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സിലിക്ക, അല്ലെങ്കിൽ സിംപ്ലി സാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പ്യൂരിഫൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലിക്കൺ വേഫേഴ്സ് ഈസിലി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ എക്കണോമിക്കൽ ആസ്പെക്റ്റ്. ജർമേനിയം അത്ര കോമൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, എർത്തിൽ നിന്ന് നമുക്ക് ഭൂമിയിൽ അത്ര സാധാരണമായിട്ട് കണ്ടുവരുന്നൊരു മെറ്റീരിയലല്ല ജർമേനിയം എന്ന് പറയുന്നത്. സോ അതിൻ്റെ പ്യൂരിഫിക്കേഷൻ മെത്തേഡ് ആണെങ്കിലും കുറച്ചുകൂടി
ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. സോ അതിൻ്റെ എക്കണോമിക്കൽ ആസ്പെക്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ കാരണം, സിലിക്കൺ ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ്. ബട്ട് ഇനി ടെക്നിക്കൽ പരമായിട്ട് പറയുകയാണെങ്കിൽ, ടെക്നിക്കൽ പരമായിട്ട് എന്തുകൊണ്ടാണ് സിലിക്കൺ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു സിലിക്കൺ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്ന വാലൻസ് ഓർബിറ്റ് എന്ന് പറയുന്നത് തേർഡ് ഓർബിറ്റിലാണ്. ആൻഡ് ജെർമേനിയത്തിൻ്റെ വാലൻസ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഫോർത്തിലാണ്. അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്താണ്? ഇപ്പം ഈ സിലിക്കണിൻ്റെ നമ്മൾ ഈ ബാൻഡ് ഡയഗ്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൺസിഡർ ദിസ് ഈസ് കണ്ടക്ഷൻ ബാൻഡ്, ദിസ് ഈസ് valence band. For the case of silicon മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ this energy gap എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.1 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ടിന് സ്ലൈറ്റ്ലി ഹയർ ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ജെർമേനിയത്തിൻ്റെ ഞാൻ പറഞ്ഞു അത് ഫോർത്ത് ഷെല്ലിലാണ് ഉള്ളത്. അപ്പോൾ ഷെല്ലുകൾ കൂടുന്തോറും അതിൻ്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് 0.7 ഇലക്ട്രോൺ വോൾട്ട്. ദിസ് എനർജി ഗ്യാപ്പ് ഈസ് 0.7 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് എന്താണ് പ്രശ്നം? ദിസ് ഈസ് ഇൻ ഫോർത്ത് ഷെൽ, ദിസ് ഈസ് ഇൻ തേർഡ് ഓർബിറ്റ്, വാലൻസ് ബാൻഡ് തേർഡ് ഓർബിറ്റിലാണ്, ദിസ് ഈസ് ഫോർത്ത് ഓർബിറ്റ്. അതുകൊണ്ട് എന്താണ് പ്രശ്നം? എനർജി ഗ്യാപ്പ് കുറവായ കാരണം ജെർമേനിയത്തിൻ്റെ എനർജി ഗ്യാപ്പ് കുറവായ കാരണം ഈവൻ ഒരു ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കറണ്ടിൻ്റെ വേരിയേഷൻ വളരെ കൂടുതലായിരിക്കും ജെർമേനിയത്തിൽ. Okay, so we can say that the reverse saturation current will be higher. Reverse saturation current എന്താണെന്ന് നമ്മൾ ഡയോഡൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് കറണ്ട് വളരെ കൂടുതലായിരിക്കും ജെർമേനിയത്തിനകത്ത്. കാരണം എന്താണ്? ഈ എനർജി ഗ്യാപ്പ് കുറവായ കാരണം ഈവൻ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ആൻഡ് മോർ ഇലക്ട്രോൺസ് വിൽ ബി ഗോ ടു ദി കണ്ടക്ഷൻ ബാൻഡ്, ദാറ്റ് വിൽ ബി ഇൻക്രീസ്. സോ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് കറണ്ട് ഈസ് ഹയർ ഇൻ ജെർമേനിയം. ഓക്കെ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് കറണ്ട് ഈസ് higher in Germany. Okay, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് കറണ്ടിന് നമ്മൾ നോയ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ടെമ്പറേച്ചർ വേരിയേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കറക്റ്റായിട്ടല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പം ഒരു ഡിവൈസ് ഇപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ആയിക്കോട്ടെ, ഒരു ഡയോഡ് ആയിക്കോട്ടെ, ആ ഡിവൈസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എല്ലായിടത്തും ഒരുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കറിയാം അക്രോസ് ദ ഗ്ലോബ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോൾഡായിട്ടുള്ള കൺട്രി ഉണ്ട്, ലൈക്ക് യൂറോപ്യൻ കൺട്രീസോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അതുപോലത്തെ കൺട്രീസിൽ, ഇപ്പം റഷ്യ അതുപോലത്തെ കൺട്രീസ് പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസ് അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിൽ ക്ലൈമറ്റ് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഡിവൈസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് രണ്ട് സ്ഥലത്തും രണ്ട് രീതിയിലായിരിക്കും അത് പെർഫോം ചെയ്യുക. സോ നമ്മൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് കറണ്ട് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്കൺ ഉപയോഗിക്കുന്നത്. അതായത് സിലിക്കണിൻ്റെ എക്കണോമിക്കൽ വശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും സിലിക്കൺ ഈസ് ഹൈലി ബെറ്റർ. ഓക്കെ, so that is why the silicon is most widely used semiconductor. Okay, so ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഇപ്പം സിലിക്കണാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ബട്ട് ഇൻ റൂം ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ടൊക്കെ വളരെ 1.1 ഇലക്ട്രോൺ വോൾട്ട് അച്ചീവ് ചെയ്യില്ല. സോ in room temperature also in semiconductor in pure form its conductivity is very much lesser. കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും സെമികണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിലാണെങ്കിൽ ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ഈസ് സീറോ, ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഇൻസുലേറ്റർ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ. ബട്ട് ഈവൻ ഇൻ റൂം ടെമ്പറേച്ചറിൽ അധികം ആറ്റത്തിനൊന്നും എനർജി കിട്ടത്തില്ല ഈ കോവാലൻ്റ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്താനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ അഡീഷണലി ഇതിൻ്റെ
കറണ്ട് കൂട്ടാനായിട്ട്, ഈ മെറ്റീരിയലിലൂടെ കറണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ അഡീഷണലി ഉപയോഗിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽസിന് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഇൻ പ്യുവർ ഫോമിലുള്ളതിനെയാണ് അതിനെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പം സോ വി ക്യാൻ ഹാവ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിരുന്നു. Semiconductor, that is semiconductor in a pure form. Semiconductor in its pure form. There is no extra material is added. Okay, and we are adding some extra material in an intrinsic semiconductor. Consider we can having an intrinsic semiconductor. Intrinsic semiconductor ഉണ്ട്. We are adding some extra material, extra atom, and this process, ഈ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. This process is known as doping. You will get extrinsic semiconductor. അതായത് എക്സ്ട്രാ മെറ്റീരിയൽ ഉണ്ട്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ ഡോപ്പിംഗ് എന്ന പ്രോസസ്സ് മൂലമാണ് നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നിന്ന് റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ എന്തൊക്കെ ടൈപ്പ് എക്സ്ട്രാ മെറ്റീരിയലാണ് ആഡ് ചെയ്യുക? ഐദർ വി ആർ ആഡിങ് ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഓർ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി. ഓക്കെ, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇലക്ട്രോൺസ് വാലൻറ്റ് ഷെല്ലിലുള്ള ആറ്റത്തിനെയാണ് നമ്മൾ ട്രൈവാലൻ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ ഹാവിങ് പെൻറ്റാവാലൻ്റ്, പെൻറ്റ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അറിയാം, 5 ഇലക്ട്രോൺസ് വാലൻറ്റ് ഷെല്ലിലുള്ള ആറ്റത്തിനെയാണ് നമ്മൾ പെൻറ്റാവാലൻ്റ് ആറ്റം എന്ന് പറയുന്നത്. പെൻറ്റാവാലൻ്റ് ആറ്റംസ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറൊക്കെ നോക്കിയായിരുന്നു. Okay, this is the crystalline structure. If we are adding trivalent impurity and pentavalent impurity, what will happen? We can just go through. Then only we can explain what is p-type material and n-type material and what is p-n junction diode. Okay, so initially we can having n-type material. N-type material, if we are adding pentavalent impurity. Pentavalent impurity के example phosphorus ഒക്കെ pentavalent impurity ആണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഫോസ്ഫറസ് ഒക്കെയാണ്. അപ്പോൾ ഫോസ്ഫറസ് ആഡ് ചെയ്യുമ്പോൾ 5 വാലൻസ് ഷെല്ലുണ്ട്, അതിൻ്റെ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഐ ആം റീപ്ലേസിങ് ഈ സിലിക്കൺ ആറ്റം വിത്ത് 5 വാലൻറ്റ് impurity. That means a phosphorus impurity. So it is having 5 electrons. So 5 electrons is there with replacing with a silicon atom. So you can having 4 electrons here. You can having 4 electrons here. These are silicon atoms, and the center one is a phosphorus atom. Okay. So what will happen? There is bonding happen. Bonding happen, and while we adding this phosphorus atoms, pentavalent impurity, each atom will donate a free electron. This electron is not a bonded electron. This is not in a valence band. This is in conduction band electron. So this electron is a free electron. Free electron, that is a conduction band electron, CB electron. Conduction band electron ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. So this electron can be easily moved by adding the doping concentration or increasing the doping concentration. We can increase the conductivity of the semiconductor material. അപ്പോൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ മോർ ആൻഡ് മോർ എൻ ടൈപ്പ് മെറ്റീരിയൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുതൽ കൂടാനായിട്ട് തുടങ്ങും. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അപ്പോൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിനെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് സപ്ലൈ ചെയ്യും.
അപ്പോൾ മോർ ആൻഡ് മോർ എൻ ടൈപ്പ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഹൈലി പോസിറ്റീവ്, ഹൈലി ഡോപ്ഡ് മെറ്റീരിയൽ എന്നൊക്കെ പറയും. ഓക്കെ, നമ്മളത് ഡിഫറെൻറ്റ് ടൈപ്പ് മെറ്റീരിയൽ, അതായത് ഡയോഡ്സ്, ട്രാൻസിസ്റ്റർ, അല്ലെങ്കിൽ FET, മോസ്ഫെറ്റ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ ഹൈലി ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഉള്ളത് വേണം, മോഡറേറ്റ്ലി ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഉള്ളത് വേണം, ലെസ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഉള്ളത് വേണം. നമ്മൾ ട്രാൻസിസ്റ്ററൊക്കെ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്തിനാണ് ഈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കൂട്ടുന്നത്, കുറയ്ക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, സോ അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എൻ ടൈപ്പ് മെറ്റീരിയൽ. So this is an n-type material. N-type material. Why it is known as n-type material? We are adding an extra negative electron. Electron ആഡ് ചെയ്യുമ്പം ആ മെറ്റീരിയൽ ഇറ്റ്സെൽഫ് കൂടുതൽ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ആണ് വരുന്നത്. ഇലക്ട്രോണിന് ഒരു നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അപ്പോൾ എക്സ്ട്രയാണ് വരുന്നത്, ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ആണ് വരുന്നത്. ഓക്കെ, സോ this is how we are making n-type semiconductor material. And also we can having another type material, that is a p-type material, positive type semiconductor material. As I already mentioned that I am adding a trivalent impurity. What is a trivalent impurity? For example, we can having boron. Boron is having 3 electrons in the valence shell. വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ 3 ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ എന്താണ് പ്രത്യേകത? ഇപ്പം ഞാൻ ഐ ആം റീപ്ലേസിങ് വിത്ത് എ ബോറോൺ ആറ്റം. Boron atom is only having 3 electrons. Only 3 electrons. And the silicon atom is having 4 electrons. 4 electrons. And we can having 4 electrons. So this is bonded. This is also bonded. There is a deficiency of bond. That means there is a deficiency of an electron. Electrons in the deficiency under to complete this covalent bond. This deficiency is known as hole, or a desire of electrons to complete this covalent bond. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഒരു ബോറോൺ വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ ബോറോൺ ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദർ ഈസ് എ ഹോൾ. ഹോൾ ഈസ് നത്തിങ് ബട്ട് എ പോസിറ്റീവ് ചാർജ്. Why it is known as a positive charge? There is a deficiency of electron. Deficiency of electron is also a positive, is represented as a positive. അപ്പോൾ മോർ ആൻഡ് മോർ ബോറോൺ ടൈപ്പ് വെച്ചിട്ട് മെറ്റീരിയൽ ചെയ്യേണ്ടി കൂടുതൽ ഹോൾസ് സപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ സപ്ലൈ. ഈ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ഇറ്റ്സെൽഫ് ഈസ് നോൺ ആസ് ഇത് കണ്ടക്ടിവിറ്റി, മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടുന്നതാണ്. ബട്ട് ഹോളിൻ്റെ മൂവ്മെൻ്റ് എല്ലാം വാലൻസ് ബാൻഡിലൂടെയാണ്. സോ ഇറ്റ്സ് മൊബിലിറ്റി ഈസ് സ്ലൈറ്റ്ലി ലെസർ. നിങ്ങൾ ഈ പറഞ്ഞ പോയിൻ്റ് എപ്പോഴും മനസ്സിലാക്കി വയ്ക്കണം. എപ്പോഴും ഫ്രീ ഇലക്ട്രോൺസിന് അതിൻ്റെ മൊബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഈ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നത് കണ്ടക്ഷൻ ബാൻഡിലാണ്. അപ്പം നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ എൻ ടൈപ്പ് മെറ്റീരിയലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ കൂടുതൽ ഇലക്ട്രോൺസ് ഇങ്ങനെ സപ്ലൈ ചെയ്യും. ദീസ് ആർ ഫ്രീ ഇലക്ട്രോൺസ്. കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ആർ ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഐ തിങ്ക് ദിസ് ഈസ് ഓക്കെ ടു യു. ആൻഡ് ഇൻ പി ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ വാലൻസ് ബാൻഡിൽ, ഇത് വാലൻസ് ബാൻഡാണ്, വാലൻസ് ബാൻഡിലാണ് ഒരു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ പി ടൈപ്പ് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ വാലൻസ് ബാൻഡിലാണ് ഒരു ഹോള് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാലൻസ് ബാൻഡിൽ ഹോള് ജനറേറ്റ് ചെയ്യുന്നത് കാരണം ഇനി നമ്മൾ ഇപ്പം ഒരു ഹോളുണ്ട്, ബാക്കി എല്ലായിടത്തും ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെയെല്ലാം ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺ വന്ന് ഇവിടെ ഇരിക്കും. ഓക്കെ, സോ ഈ ഇലക്ട്രോൺ വന്ന് ഇവിടെ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ ഹോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീറ്റാണ്. ഓക്കെ, ശരിക്കും ഞാനൊരു വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഞാൻ പറയാം. ഇപ്പം ഞാനൊരു തിയേറ്ററിൽ പോയിരിക്കുകയാണെന്ന് വിചാരിക്കുക. തിയേറ്ററിലൊരു സീറ്റിൻ്റെ കുറേ റോസ് ഓഫ് സീറ്റുകളുണ്ട്. അപ്പോൾ ഒരു റോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ആ റോയ്ക്കകത്ത് ഇപ്പോൾ ഒരു റോയിലകത്ത് ഒരു 10 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 10 സീറ്റിനകത്ത് ഒരാൾ ഇല്ല എന്ന് വിചാരിക്കുക. ആ ഒരാൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം വേക്കൻ്റ് ആണ്. ആ വേക്കൻ്റ് അവസ്ഥയിലുള്ള കാര്യത്തിനാണ് നമ്മൾ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സീറ്റ് വേക്കൻ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഹോൾ എന്ന് പറയുന്നത്. ഇനി ഞാനൊരു പുഷ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളൊന്ന് നീങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത സീറ്റിലേക്ക് അയാൾ മാറിയിരിക്കും. അപ്പോൾ അവിടെ ഒരു ഹോൾ വന്നു. ഓക്കെ, ആകെ 10 സീറ്റാണുള്ളത്. അതിനകത്ത് ഒരു സീറ്റിനകത്ത് ആളില്ല. അപ്പം അതിന് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സീറ്റാണെങ്കിൽ ആ ലാസ്റ്റ് സീറ്റിലേക്ക് മാറും. അപ്പോൾ ആ ഹോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഹോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് തന്നെയാണ്. ബട്ട് അതെന്ന് പറയുന്നത് അത് നമ്മൾ ഇൻഡയറക്റ്റ്ലി പറയുന്ന ഹോൾ മൂവ് ചെയ്തു എന്നാണ്. ഹോൾ മൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആയിരുന്നു. ഹോൾ ഇലക്ട്രോൺ കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം എല്ലാ സീറ്റ് ഫിൽഡാണ്, ഒരാൾക്ക് സീറ്റ് കിട്ടാതെ പുറത്ത് നിൽക്കുന്നുണ്ട്. അതാണ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. അയാൾ ഫ്രീ ആണ്, അയാൾക്ക് ഇരിക്കാൻ സീറ്റൊന്നുമില്ല, അയാൾ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ആ ഇലക്ട്രോണിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോണായിട്ട് നമ്മൾ പറയുക. ഓക്കെ, അതിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ ഹോള് ജനറേറ്റ് ചെയ്യുമ്പോൾ, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഹോള് ജനറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു സീറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളിനി എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സീറ്റ് വേക്കൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ അടുത്തിരിക്കുന്ന ആൾക്ക് അടുത്ത സീറ്റിലേക്ക് മാറാനേ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ ഈ ഹോളിൻ്റെ മൊബിലിറ്റി പറയുമ്പം ഹോളെന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്ന വാലൻസ് ബാൻഡിലായാലും ഹോളിൻ്റെ മൊബിലിറ്റി വൈസ് പറയുമ്പോൾ mobility of electrons is higher than ഹോളിനേക്കാളും ഹയർ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി ഹോൾ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ്. വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് കൺസെപ്റ്റ് ഈസ് വെരി ക്ലിയർ ടു യു. ഈ കൺസെപ്റ്റ് മനസ്സിലായതുകൊണ്ടാണ് ഹോൾ മൂവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുക എന്ന് പറയുമ്പം നിങ്ങൾക്ക് കൂടുതൽ കറക്റ്റായിട്ടും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഹോൾ കറൻറ്റ് ഈസ് നത്തിങ് ബട്ട് വാലൻസ് കറൻറ്റ്. ഹോളിൽ ഒരു കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് നത്തിങ് ബട്ട് വാലൻസ് ബാൻഡിലൂടെ പോകുന്ന കറണ്ടിനെയാണ് ഹോൾ കറൻറ്റ് ഈസ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് സാധാരണ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടക്ഷൻ ബാൻഡിലാണ്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഇനിയുള്ളത് എന്ന് പറയുന്നത് സെമി കണ്ടക്ടറിലുള്ള 2 ടൈപ്സ് കറണ്ടാണ്. 2 ടൈപ്സ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് കറണ്ടാണ്. ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ കറണ്ട് ഫ്ലോ. ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ സ്റ്റാർട്ട് ടു മൂവ്. ഇലക്ട്രോണിന് ഡ്രിഫ്റ്റ് സംഭവിക്കും. ആ ഇലക്ട്രോൺസിന് ഡ്രിഫ്റ്റ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടാണ്. ഇലക്ട്രോൺസിന് ഡ്രിഫ്റ്റ് സംഭവിക്കുക, ഇലക്ട്രോൺ മൂവ് ചെയ്യുക, ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് ഡ്യൂ ടു അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. ആ കറണ്ടിനെയാണ് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. അതിപ്പോൾ ഈവൻ കണ്ടക്ടറിലാണെങ്കിലും ഉണ്ട്, സെമി കണ്ടക്ടറിലാണെങ്കിലും ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് ഓൾവേസ് ദയർ. നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് വിൽ ബി സ്റ്റാർട്ട് ടു ഡ്രിഫ്റ്റ്. ദാറ്റ് ഈസ് ഡ്രിഫ്റ്റ് കറണ്ട്, എപ്പോഴും മാറുന്നതാണ്. ബട്ട് ദർ ഈസ് അനദർ കറണ്ട് ഈസ് നോൺ ആസ് ഡിഫ്യൂഷൻ കറണ്ട്.
ഡിഫ്യൂഷൻ കറണ്ട്. ഡിഫ്യൂഷൻ കറൻറ്റ് കൂടുതലും കാണുന്നത് സെമി കണ്ടക്ടർ ഡിവൈസിലാണ്. സെമി കണ്ടക്ടർ ഡിവൈസിൽ എങ്ങനെയാണ് കാണുന്നത്? സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടാവാം. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന ഡിഫറൻസ്. ഇപ്പം ഫ്രീ കാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്ന ഡിഫറൻസ് മൂലം ഉണ്ടാവും. ഇപ്പം ഞാനിപ്പം എനിക്കൊരു ബെയർ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. like I having bare semiconductor material. This is a pure semiconductor. ഇത് പ്യൂർ സെമി കണ്ടക്ടറാണ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഈ ഒരു പോർഷനിൽ, ഇത്രയും പോർഷനിൽ ഞാൻ ഡോപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. I have doping in this portion. ഐദർ പി ഓർ എൻ ടൈപ്പ് വെച്ചിട്ട് ഞാൻ ഡോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പം എൻ ടൈപ്പ് ഡോപ്പിംഗ് ആണ്, അതായത് ഫോസ്ഫറസ് ആറ്റം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കുറേ ഫ്രീ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഡോപ്പിംഗ് വെച്ചിട്ട് ഇവിടെ കുറേ ഫ്രീ ഇലക്ട്രോൺസ് വരും. ഇവിടെ വളരെ കുറച്ച് ഇലക്ട്രോൺസേ ഉണ്ടാവുകയുള്ളൂ. ഈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെർമലി ജനറേറ്റഡ് ആണ്. ദിസ് ഈസ് തെർമലി ജനറേറ്റഡ്. ടെമ്പറേച്ചർ മൂലം, റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ പോലും തെർമലി ജനറേറ്റർ കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ഈവൻ സിലിക്കൺ ആറ്റത്തിലാണെങ്കിൽ പോലും ജർമ്മനി ആറ്റത്തിൽ കൂടുതലായിരിക്കും, ബട്ട് സിലിക്കൺ ആറ്റത്തിൽ പോലും കുറച്ച് കാരിയേഴ്സ് ജനറേറ്റ് ചെയ്തുണ്ടാവും, ഇലക്ട്രോൺസും ഹോൾസും ജനറേറ്റ് ചെയ്തുണ്ടാവും. ഈ ഇലക്ട്രോൺസിൻ്റെ ഹോൾസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. ഓക്കെ, ഇത്രയും ഹോൾസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോപ്പിംഗ്, ഈ ഒരു സൈഡിൽ ഞാൻ ഡോപ്പിംഗ് വഴി ഒരു എൻ ടൈപ്പ് ഡോപ്പിംഗ് ഞാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു ബെയർ മെറ്റലിനെ നോക്കിക്കഴിയുമ്പോൾ, ബെയർ സെമി കണ്ടക്ടർ ബാറിനെ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര കോൺസെൻട്രേഷനാണ്. ഇവിടെ കോൺസെൻട്രേഷൻ ഈ സൈഡിലേക്ക് പോകുമ്പോൾ കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ദർ ഈസ് എ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഈസ് ജനറേറ്റഡ്. ഇവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഉണ്ട്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് മൂലം കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് മൂലം കുറച്ച് സമയം കഴിയുമ്പോൾ സ്റ്റേബിൾ അവസ്ഥയിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഈ മെറ്റീരിയലിൽ മൊത്തം ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കാണാൻ പറ്റും. ഇലക്ട്രോൺസിൻ്റെ അവസ്ഥ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇലക്ട്രോൺ റീഡിസ്ട്രിബ്യൂഷൻ വിൽ ഹാപ്പൻ. ഇലക്ട്രോൺസ് ആൻഡ് ഹോൾ റീഡിസ്ട്രിബ്യൂഷൻ വിൽ ഹാപ്പൻ. ആ റീഡിസ്ട്രിബ്യൂഷൻ ഹാപ്പൻ ചെയ്യുന്നതിന് മുമ്പ് there will be a current, because these electrons will be start to move into this position for the redistribution. ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ്, ആ കറണ്ടിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. വാട്ട് ഈസ് ഡിഫ്യൂഷൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് കറണ്ട്? ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന കറണ്ടിനെയാണ് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് മൂലം ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും, കാരിയേഴ്സ് മൂവ് ചെയ്യും വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സ്റ്റേണൽ അപ്ലൈഡ് ഫീൽഡ് ഓർ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ. എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഇല്ലാതെ തന്നെ ഒരു കറണ്ട് ഉണ്ടാവും, ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ കാരിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും. ദ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഓർ കറണ്ട് ഈസ് നോൺ ആസ് ഡിഫ്യൂഷൻ കറണ്ട്. ഓക്കെ, ഓഫ് ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ഡിഫ്യൂഷൻ കറണ്ട് എന്താണ്, ഡ്രിഫ്റ്റ് കറണ്ട് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഫ്രം ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് PN ജംഗ്ഷൻ ഡയോഡ്. എന്താണ് ഒരു ഡയോഡ്, സെമി കണ്ടക്ടർ ഡയോഡ് അല്ലെങ്കിൽ PN ജംഗ്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കും. അത് വെച്ചിട്ട് ഡയോഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസിലേക്ക് നമ്മൾ കിടക്കും. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ്. ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ ക്ലാസ് ആയിരുന്നു. ഇതിനകത്ത് +2 ലെവൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഗ്രി ലെവൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ് തൊട്ടാണ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക പ്രോബ്ലം ചെയ്യുമ്പോൾ. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്.